ഒരു വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ ഒരെണ്ണം എടുത്ത് കഴിച്ചു പോകും, അത്രക്ക് കാണാൻ ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിനായിട്ട് ഇതാ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ കട്ട് ചെയ്ത പീസും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് അങ്ങ് കുത്തി കൊടുക്കാം. ടൂത്ത് പിക്ക് വെച്ച് കുത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറേ പഴകിയ ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ പതുക്കെ അങ്ങ് കുത്തി കൊടുത്താൽ മതി, ഒരുപാട് അങ്ങ് ഉള്ളിലേക്ക് അങ്ങ് കുത്തി വെച്ച് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കാം. കോരി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ടൂത്ത് പിക്കൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു 1/3 കപ്പ് പഞ്ചസാരയും 1/3 കപ്പ് വെള്ളം കൂടെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് അങ്ങ് തിക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കോരി മാറ്റി വെച്ചിട്ട് ഈ ഓരോന്നും എടുത്തിട്ട് ഈ ഒരു അറ്റം ചോക്ലേറ്റ് മെൽറ്റാക്കിയതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പിസ്താഷ്യോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ബക്ലാവ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിനായി പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.